വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളിലൊന്നാണ് ആകാശമേഘങ്ങൾ എന്നുള്ളതിനെ കുറിച്ച്. ഓരോ യുഗത്തിൽ ജീവിച്ച നീതിമാന്മാരും ദൈവവും തമ്മിലുള്ള ബന്ധം പകർത്തിയെഴുതുമ്പോൾ പലയിടങ്ങളിലും ഈ വാക്കുകൾ ഉച്ചരിച്ചിരിക്കുന്ന നമുക്ക് കാണാം. ആകാശത്തിലെ പലപ്പോഴും ദൈവനീതിയുടെയും ദൈവവിശ്വസ്തതയുടെയും ഒക്കെ അടയാളമായി മേഘങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ യേശു സ്വർഗാരോഹണം ചെയ്യുന്ന അവസാന നിമിഷം സ്ലീഹന്മാർ കണ്ടത് ഒരു മേഘം അവന്റെ കാൽപാദങ്ങളെ മൂടുന്നതായിരുന്നു. ബൈബിളിൽ വലിയ പ്രാധാന്യമുള്ള വിഷയമാണിത്. ബൈബിളിൽ അനേകരോട് ദൈവം ഇടപഴകുമ്പോൾ അവിടെയെല്ലാം ഇതെടുത്തെഴുതിയിരിക്കുന്ന നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഭക്തനായ നോഹയും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ മനോഹരമായൊരു ചിത്രം നമുക്ക് കാണാം. മനസ്സാക്ഷികത്തിന്റെ പ്രാരംഭ നാളിൽ മനുഷ്യന്റെ ദുഷ്ടത ദൈവസിംഹാസനത്തോളം എത്തിയപ്പോൾ ദൈവം തന്റെ ന്യായവിധിക്കായി ഒരു പദ്ധതി ഒരുക്കുകയും ആ തലമുറയിൽ ദൈവകൃപ ലഭിച്ച നോഹ എന്ന ഒരു നീതിമാനോട് ദൈവം നിത്യമായി ഉടമ്പടി ചെയ്യുമ്പോൾ മേഘം അതിന് സാക്ഷ്യമായി നിൽക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. നോഹയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്നാൽ അതിന് തൊട്ടു മുൻപ് നോഹയെക്കുറിച്ച് ചില വാക്കുകൾ എഴുതിയിട്ടുണ്ട്. നോഹ ഒരു നീതിമാനായിരുന്നെന്നും നോഹ നീരുള്ളവനായിരുന്നെന്നും അവൻ പരമാർത്ഥതയോടെ ജീവിച്ചെന്നും എല്ലാം നോഹയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. നോഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദുഃഖഭൂമിയിൽ ദൈവം എന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് നോഹ എന്ന് പേരിട്ടത്. പ്രാരംഭ ദിവസമാണോ രണ്ടാം ദിവസം ഇവിടെ സാക്ഷ്യം പറഞ്ഞ ആലുവ സ്വദേശി ബ്രദർ സാമിന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം മറ്റൊരു പെന്തിക്കോസ്ത് ഗ്രൂപ്പിലെ ഒരു സുവിശേഷ പ്രവർത്തകനായിരുന്നു. ഞാൻ ആലുവയിലിരിക്കും കാലത്ത് അദ്ദേഹം നമ്മളോടൊപ്പം വന്നു ചേർന്നതാണ്. താൻ ഒരു നാൾ തനിക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ, താൻ മക്കളില്ലാതെ ഒരു മകൻ ജനിച്ചപ്പോൾ താൻ എന്നോട് ചോദിച്ചു, ഞാൻ എന്താണ് അതിന് പേരിടേണ്ടത്? ഞാൻ പറഞ്ഞു, അവന് നോവ എന്ന് പേരിടണം. അതെന്താണ് അതിന്റെ അർത്ഥം വെച്ചായ ദുഃഖഭൂമിയിൽ ദൈവം എന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ദൈവം നമുക്ക് ദാനമായി തരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ നല്ല പേരിടണം. വളർന്നു വരുമ്പോൾ അവരുടെ കയ്യിലിരിപ്പ് എന്തെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. നല്ല പാട്ടുപാടുന്ന മിടുക്കന്മാരുണ്ട്, കൊള്ളാം. ഇവരൊക്കെ സുവിശേഷ വേലയ്ക്ക് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വഴക്കാളികളൊന്നും വരണ്ട, കാര്യം ഇപ്പോൾ ആവശ്യത്തിലധികം ഉണ്ട്. അതുകൊണ്ട് വഴക്കും മല്ലുമില്ലാത്തവർ ദൈവം വിളിച്ചാൽ അവർ ശുശ്രൂഷയ്ക്ക് വരണമേ എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല പ്രാപ്തന്മാർ, നല്ല പാട്ടുപാടുന്നവർ, നല്ല മിടുക്കന്മാർ, ഇവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളാണ്. നോഹ എന്ന പേർ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പേരാണ്. ദുഃഖഭൂമിയിൽ ദൈവം എന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടെന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അപ്പൊ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരുന്നു. നോഹ കൃപ ലഭിച്ചതിന്റെ പിന്നിലാണ് നോഹ വിശ്വസിച്ചത്. നോഹ വിശ്വസിച്ചു, നോഹ അനുസരിച്ചു, നോഹ പ്രയത്നിച്ചു. മൂന്ന് കാര്യങ്ങൾ ചേർന്നതാണ്. വിശ്വസിപ്പാനും അനുസരിപ്പാനും കഠിനാധ്വാനം ചെയ്യുവാനും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. കൃപയുടെ അനന്തരമായി നോഹ വലിയൊരു പെട്ടകം ഉണ്ടാക്കി. മനുഷ്യബുദ്ധിയിൽ അത് ചിന്തിപ്പാൻ വളരെ പ്രയാസമുള്ള വിഷയമാണ്. മനോഹരമായൊരു പെട്ടകം ഉണ്ടാക്കിയ ശേഷം ഭൂമിയുടെ മേൽ വന്ന ഭയങ്കര ജലപ്രളയത്തിന് ശേഷമായിട്ട് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് നോഹയും കുടുംബവും ഭൂമിയിലെ ഇതര ജീവജന്തുക്കളും രക്ഷ പ്രാപിച്ചു. അനന്തരം അവൻ പെട്ടകം വിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ അവനും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ രംഗമാണ് ആ വാക്കുകളിൽ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നോഹയും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഹോവിയായി ദൈവം നോഹയോട് പറയുന്നു, എന്റെ വില്ല് ഞാൻ ആകാശത്തിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ മനുഷ്യവർഗത്തോട് എന്നേക്കുമായൊരു ഉടമ്പടി ചെയ്യുന്നു. ഇനി ഞാൻ ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുകയില്ല. അപ്പോൾ ആകാശവിധാനം അല്ലെങ്കിൽ മനോഹരമായ മേഘം എന്നുള്ളത് ദൈവവും മനുഷ്യനും കൃപ ലഭിച്ച നീതിമാനും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ രംഗമാണ്. പ്രഭാതത്തിൽ ഈ മേഘം കാണുമ്പോൾ സന്തോഷത്തോടെ ഏറ്റുപറയണം, ദൈവം തമ്പുരാൻ ഞങ്ങളുടെ അപ്പനായ നോഹയോട് ഉടമ്പടി ചെയ്തതിന്റെ അടയാളമാണ് ഈ മേഘം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ കൂട്ടിവരുത്തുന്ന ദിനത്തിൽ ഈ നീതിമാന്മാരുടെ മുഖം നമുക്ക് ദർശിക്കാം. സ്വർഗം നമ്മെ
നമ്മെ അതിന് സഹായിക്കട്ടെ. അപ്പൊ നോഹയുമായുള്ള ബന്ധത്തിൽ ഈ മനസാക്ഷികത്തിൽ ജീവിച്ച ഈ ഭക്തന്റെ മേഘത്തിലാണ് വില്ല് വെച്ച് ദൈവം തമ്പുരാൻ തന്റെ വില്ലടയാളമായി വെച്ച് നോഹയോടൊരു ഉടമ്പടി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമാണ്. കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു മേഘം വന്നവനെ മൂടി എന്നാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൃപ ലഭിച്ച നോഹ, ആശ്വാസപ്രിയനായ നോഹ, സമാധാനപ്രിയനായ നോഹ ഒരു ആശ്വാസപ്രിയനായ മനുഷ്യനായിരുന്നു. നമ്മളെല്ലായ്പ്പോഴും സമാധാനത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ സാന്നിധ്യവും ജീവിതവും ശുശ്രൂഷയും പ്രവൃത്തിയും എല്ലാം മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാണെങ്കിലേ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കത്തുള്ളൂ. നോഹയ്ക്ക് ദൈവകൃപ ലഭിക്കാനുള്ള അതിന്റെ പരമരഹസ്യം നോഹ ആശ്വാസമുള്ള മനുഷ്യനായിരുന്നു. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസവും കുളിർമയും ജീവനും നൽകുന്നതായിരിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം അളവറ്റ കൃപ തരികയും തന്റെ വില്ല് അടയാളമാക്കി വെച്ച് നിങ്ങളോട് നിത്യനിയമം ചെയ്യുകയും ചെയ്യും. വീണ്ടും നാം താഴേക്കുള്ള നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രം പഠിച്ചു വരുമ്പോൾ, സംഖ്യാപുസ്തകത്തിൽ വരുമ്പോൾ ഇസ്രായേലുമായുള്ള ചില ബന്ധങ്ങൾ നമുക്ക് കാണാം. കൽദയർ പട്ടണം വിട്ട് കനാൻ എന്ന ദേശത്തേക്ക് യാത്ര ചെയ്ത ദൈവത്തിന്റെ സ്നേഹിതനും വിശ്വാസികളുടെ പിതാവുമായ അബ്രഹാമിന്റെ വംശം ആഹാരം തേടി ഈജിപ്തിലേക്ക് പോയി. പ്രാരംഭ നാളുകളൊക്കെ അവിടെ നന്നായിരുന്നു. പിന്നീട് അവരുടെ പദ്ധതികളെല്ലാം പാളിപ്പോയി. അവരെ അറിയാത്ത രാജാവ് എഴുന്നേറ്റ് വന്നു. കഠിനമായ പീഡകൾ അവർക്ക് നേരിടേണ്ടി വന്നു. അവരുടെ കണ്ണുനീർ മിസ്രൈം മണ്ണിൽ ഈറ്റു വീണിരുന്നു. എന്നാലും വാഗ്ദത്തം ചെയ്ത ദൈവം തമ്പുരാൻ തന്റെ നീതി ഹേതുവായി ഭക്തനായ മോശയെ അയച്ച് അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. അവർ കനാൻ എന്ന ദേശത്തേക്ക് യാത്ര ചെയ്തു. ആ യാത്ര മധ്യേ മേഘത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്ര പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ യാത്ര ചെയ്ത ഇസ്രായേലിന് മേഘവുമായുള്ള ബന്ധം രണ്ട് ഭാഗമായിരുന്നു. ഒന്ന്, സംഖ്യാപുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ വരുമ്പോൾ അത് ദൈവ നടത്തിപ്പിന്റെ ഒരു മനോഹരമായ ചിത്രം നമുക്ക് കാണാം. മോശയോട് ദൈവം പറയുന്നു, മേഘം എപ്പോൾ പൊങ്ങുന്നുവോ അപ്പോൾ നീ ഇവിടെ നിന്ന് യാത്ര തുടങ്ങണം. മേഘം എപ്പോൾ യാത്ര അവസാനിപ്പിക്കുന്നുവോ അവിടെ നീ നിന്റെ കൂടാരത്തെ അടിച്ചുകൊള്ളണം. അങ്ങനെ ഇസ്രായേലിന്റെ മിസ്രൈമിൽ നിന്നുള്ള കനാനിലേക്കുള്ള യാത്ര മധ്യേ ദൈവിക പദ്ധതി അല്ലെങ്കിൽ ദൈവ നടത്തിപ്പിന്റെ അടയാളമായി മേഘം അവരോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സംഖ്യാപുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം വായിച്ചാൽ, മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നയിടത്ത് അവർ പാളയമിറങ്ങും. അപ്പോൾ അവരുടെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രയാണ്. ദീർഘ 40ഓളം വർഷം വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ കൂടെ അവർ യാത്ര ചെയ്തു പോകുകയാണ്. യാത്ര മധ്യേ മേഘം അവരെ നിയന്ത്രിച്ചിരുന്നു. മേഘം എപ്പോൾ പൊങ്ങുന്നുവോ അപ്പോൾ ഇവരുടെ യാത്ര ആരംഭിക്കും. ആ മേഘപ്പാളികൾ എവിടെ വെച്ച് അവസാനിക്കുന്നുവോ അവിടെ അവർ കൂടാരം അടിക്കും. അങ്ങനെ ദീർഘ 40ഓളം വർഷം കൊണ്ടാണ് അവർ മിസ്രൈം വിട്ട് കനാൻ എന്ന ദേശത്തേക്ക് പോയത്. അപ്പോൾ ദൈവിക നടത്തിപ്പ്, കുഞ്ഞാടിന്റെ നണത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ചെങ്കടൽ കടന്ന് മോശയോടുകൂടെ ചേർന്ന് സ്വർഗീയ മന്ന ഭക്ഷിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് ജോർദാൻ അപ്പുറയുള്ള കനാനെ നോക്കി യാത്ര ചെയ്യുന്ന ഇസ്രായേലിന്റെ യാത്ര മധ്യേ ദൈവത്തിന്റെ നടത്തിപ്പിനെ കാണിക്കുവാൻ മേഘം അവർക്ക് മേളിൽ നിന്നിരുന്നു. രണ്ടാമത് മറ്റൊരു ദിശയിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ സങ്കീർത്തനക്കാരനായ ഒരു ഭക്തൻ 105-ാം സങ്കീർത്തനത്തിൽ പാടിയിരിക്കുന്നു, അവർക്ക് മേഘം നീ തണലായി കൊടുത്തു എന്നാണ്. 105-ാം സങ്കീർത്തനം 39-ാം വാക്യം. അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു, രാത്രിയിൽ വെളിച്ചത്തിനായി തണലിനായി ഒരു മേഘം വിരിച്ചു. വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ ഇങ്ങനെ 6 മൈൽ ചുറ്റളവിൽ ഏതാണ്ട് 22 ലക്ഷം ജനത്തോളം കൂടാരമടിച്ചു കിടക്കുന്ന മനോഹരമായ പാളയം. സൂര്യൻ ഉദിച്ചാൽ നേരിട്ട് വെയില് ഈ പാളയത്തിലേക്ക് വരും. മരുഭൂമിയിലെ ചൂടും ആകാശത്തിലെ ചൂടുമേറ്റ് ഇവർ വീണ് തളർന്നു പോകാതിരിക്കാൻ മേഘം അവർക്കൊരു
തണലായിരുന്നു. നോഹയുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടയാളമായി മേഘത്തിൽ ദൈവം തന്റെ വില്ല് വെച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ യാത്രയുമായുള്ള ബന്ധത്തിൽ ഒന്നാമത് ദൈവത്തിന്റെ നടത്തിപ്പിനെയും രണ്ടാമത് ദൈവ സാന്നിധ്യത്തിലുള്ള തണലിനെയും കാണിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വളരെ അതിവേഗം മുൻപോട്ട് പോകാം. ഞാൻ പെട്ടെന്ന് പ്രസംഗിച്ച് അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മൾ ബഹുമാനപ്പെട്ട പാസ്റ്റപ്പച്ചൻ തുടർന്ന് പ്രസംഗിച്ചോളും. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് സമയത്ത് വീട്ടിൽ പോവുകയും വേണമല്ലോ. അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 105-ാം സങ്കീർത്തനം 39-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പാടിയിരിക്കുകയാണ്, ഇതാ മേഘം അവർക്കൊരു തണലായിരുന്നു. വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ സൂര്യന്റെ ചൂടേറ്റ് അവരുടെ കാലടികൾ കുഴഞ്ഞു വീഴാതിരുപ്പാൻ മേഘം അവർക്കൊരു തണലായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. മറ്റൊരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ഏലിയാവ് എന്നൊരു നീതിമാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു. താൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കുറിച്ചുള്ള ചരിത്ര പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ കേവലം 15 വർഷക്കാലമായിരുന്നു ഏലിയാവിന്റെ ശുശ്രൂഷ കാലം. 15 വർഷക്കാലം. തിശ്ബനായ ഏലിയാബ് എന്നാണ്. ഇത് ഇസ്മായേലിന്റെ വംശത്തിൽപ്പെട്ട ഒരു നീതിമാനായിരുന്നു. ഇദ്ദേഹം ഇസ്രായേലിനോ യാക്കോബിന്റെ കുഞ്ഞുങ്ങളുടെ വംശത്തിൽപ്പെട്ടവനോ ആയിരുന്നില്ല. തന്റെ കുറിച്ച് അതീവമായ പശ്ചാത്തലം ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. തന്റെ അപ്പച്ചൻ ആരാണ്, അമ്മ ആരാണ്, കുടുംബമുണ്ടോ, ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, ഗോത്രം ഏതാണ്, വംശം ഏതാണെന്ന് അറിഞ്ഞുകൂടാ. ഈ ഇസ്മായേലിന്റെ ദേശമായ തിശ്മയിൽ നിന്ന് വന്നിട്ടുള്ള ഏലിയാവ് എന്നൊരു മനുഷ്യനെ നമുക്ക് കാണാം. താൻ ഇസ്രായേലിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്ന കാലം ഇസ്രായേലിന്റെ ഏറ്റവും ആത്മീയ അരാജകത്വം പിടിച്ച കാലമാണ്. അന്ന് ഭരണം നടത്തുന്നത് പരേതനായ ബഹുമാനപ്പെട്ട ആഹാബ് എന്ന രാജാവാണ്. അദ്ദേഹം വിദേശത്ത് പോയി ഒരു സുന്ദരിയെ കെട്ടിക്കൊണ്ടുവന്ന് പേര് ഇസബേൽ എന്നാണ്. സീദോനിയ രാജകുമാരിയായിരുന്നു. പണ്ട് തന്നെ അദ്ദേഹം അമ്മ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. അതൊക്കെ വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. അപ്പൊ കൺട്രോൾ മുഴുവൻ ഈ രാജ്ഞിയുടെ കയ്യിലായിരുന്നു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, പാപത്തിനായി തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലൊരു ദുഷ്ടരാജാവ് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഇസബേൽ അതിനൊക്കെയും സഹായിയായിരുന്നു. ഈ കാലത്താണ് ഏലിയാവ് എന്ന നീതിമാൻ എഴുന്നേറ്റ് വരുന്നത്. കൊടുങ്കാറ്റ് പോലെ വീശിയടിക്കുന്ന ഏലിയാവിന്റെ വാക്കിന്റെ മുമ്പിൽ ഇസ്രായേൽ വീതികൾ കുലുങ്ങി മറിഞ്ഞു. ഭയങ്കര ഉഗ്രതയുള്ള മനുഷ്യനായിരുന്നു. താനിങ്ങനെ ഇടം വലം നോക്കത്തില്ല. ക്ഷണനേരം കൊണ്ട് കോപിക്കുകയും അനന്തരം ശപിച്ച് സ്വർഗത്തിൽ തീയിറക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിൽ ഒരു നാൾ ഒരു യാഗാനന്തരം കർമ്മേലിലെ താൻ പോയി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് വെളിപ്പെടുത്തുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഇസ്രായേലിന് ബോധ്യപ്പെടുത്തുമാറ് ആകാശത്തുനിന്ന് തീയിറക്കിയ ശേഷം താൻ പോയി താൻ കാലുകൾക്കിടയിൽ തലയിട്ട് മൗനമായി കുനിഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്റെ ഒരു ശിഷ്യനുണ്ട്, അരുമ ശിഷ്യൻ, അടുക്കൽ വിളിച്ചു. അവനോട് പറഞ്ഞു, നീ ആകാശത്തിൽ പോയി ഒന്ന് നോക്കുക. അവൻ ഒന്ന് പോയി നോക്കി, രണ്ട് പോയി നോക്കി. അവസാനം 7-ാം പ്രാവശ്യം അവൻ ചെന്നിട്ട് പറയുന്നു, യജമാനനെ, മനുഷ്യന്റെ കരം പോലെ ഒരു മേഘം എഴുന്നേറ്റ് വരുന്നത് ഞാൻ കണ്ടു. മനുഷ്യന്റെ കരം പോലെ ഒരു മേഘം ആകാശത്ത് എഴുന്നേറ്റ് വരുന്നത് ഞാൻ കണ്ടു. ഇത് പ്രാർത്ഥനയുടെ മറുപടിയാണ് ദൈവമക്കളെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും എന്നതിന്റെ അടയാളമാണ്. ഞാൻ പറഞ്ഞല്ലോ, നട്ടുച്ച നേരത്തായാലും ആകാശത്തിലെ മേഘങ്ങളെ കാണുമ്പോൾ ആത്മാവിൽ, നാട്ടുകാർ കേൾക്കണമെന്നില്ല, ആത്മാവിൽ ഒന്ന് ഏറ്റു പറയുന്നത് നന്നായിരിക്കും. എന്റെ വല്യപ്പൻ നോഹയോട് നിത്യ ഉടമ്പടി ചെയ്ത അതിന്റെ അടയാളമാണല്ലോ ഇത്. എന്റെ പിതാക്കന്മാരെ മരുഭൂമിയിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് തണലായിരുന്നല്ലോ. അതിലുപരി ഇപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 44-ാം വാക്യം ഇങ്ങനെയാണ്. ശിഷ്യന്മാർ ഒരുവൻ വന്നു പറഞ്ഞു, ഗുരു, ഇതാ ഒരു കൈപ്പത്തി പൊങ്ങി വരുന്നു. ഒന്ന് വായിച്ചാൽ, 7 പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം കൈപ്പത്തി പോലെ, 5 വിരലുകൾ അടങ്ങുന്ന കൈപ്പത്തി പോലെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരത്തിന്റെ അടയാളമാണ് ഈ മേഘമെന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഭായം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ മനുഷ്യർക്ക് മയക്കോ ഉറക്കോ. ബഹുമാനപ്പെട്ട പാസ്റ്റപ്പച്ചൻ എത്ര പറഞ്ഞിട്ട് ഇവിടെ അനങ്ങുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല, തുടർച്ച മഴയായിരുന്നല്ലോ.
കഴിഞ്ഞ 2 ആഴ്ചയായി തുടർച്ച മഴ പെയ്ത ശേഷം പിന്നെ ഒരു വെയിൽ കണ്ടപ്പം ചില നായ്ക്കുട്ടികളൊക്കെ കണ്ടില്ലേ, വെയിലത്തിരുന്ന് കിടന്നുറങ്ങുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ വെയിലുറച്ചൊരു നല്ല ചൂടൊക്കെ കൊണ്ടപ്പം പലരും ഇരുന്നും കിടന്നും നടന്നൊക്കെ ഉറങ്ങുകയാണ്. ഉറങ്ങിക്കാട്ടെ, കുഴപ്പമില്ല. ഉറക്കം ദൈവത്തിന്റെ ദാനമാണ്. വീട്ടിൽ ഉറക്കമില്ലാത്തവർ വിശുദ്ധന്മാർക്കിടയിൽ വരുമ്പോൾ സാത്താന്റെ പോരാട്ടം കുറവായതുകൊണ്ട് ഉറങ്ങുന്നതാണ്. ഉറങ്ങിക്കാട്ടെ. മീറ്റിംഗ് തീരുമ്പോൾ ഒരു ഹല്ലേലൂയ വിളിക്കും, ഇങ്ങോട്ട് വരരുത്, റോഡ് അങ്ങോട്ടാണ്, അങ്ങോട്ടങ്ങ് പൊക്കോണം. അത്യാവശ്യമുള്ളവർ മാത്രം ഒന്ന് ദൈവവചനം കേൾക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. അതിന്റെ അടയാളമാണ് ഏലിയാവിന്റെ ദാസൻ വന്ന് പറഞ്ഞു, യജമാനനെ, ഞാൻ നോക്കുമ്പോൾ കടലിൽ നിന്ന് ഒരു മേഘം എഴുന്നേറ്റ് വരികയാണ്, കൈപ്പത്തി പോലെ എഴുന്നേറ്റ് വരുന്നത്. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരമാണ്. ഇന്ന് നമുക്കത് വിശ്വസിക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മോട് ചെയ്ത ഉടമ്പടി 1000 വർഷം കഴിഞ്ഞാലും എന്റെ ദൈവം എനിക്ക് നിവർത്തിച്ചു തരുമെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? നോഹയോട് ദൈവ ഉടമ്പടി ചെയ്ത് തന്റെ വില്ല് മേഘത്തിന്മേൽ വെച്ച് അടയാളമാക്കി നിത്യ ഉടമ്പടി ചെയ്തെങ്കിൽ എന്നോട് ചെയ്ത ഉടമ്പടിക്ക് ആകാശം സാക്ഷ്യമാണ്, ഈ മേഘം സാക്ഷ്യമാണ്. ഈ മേഘത്തിന്റെ മറവിലാണ് എന്റെ കർത്താവ് വിശ്രാമത്തിന് പോയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു